ഹലോ ഗൈസ്, വെൽക്കം ടു അഡ്രിനാലിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി ഈസ് ഓൾസോ നോൺ ആസ് കൊലക്കാൽസിഫെറോൾ. അപ്പം ആദ്യം തന്നെ നമുക്ക് പഠിക്കേണ്ടത് എന്താണ് വൈറ്റമിൻ ഡിൻ്റെ സോഴ്സസ്. വൈറ്റമിൻ ഡിൻ്റെ സോഴ്സസ് എന്ന് വെച്ചാൽ മെയിൻ സോഴ്സ് എന്താണ്? സൺലൈറ്റ് ആണ്. പിന്നെ വരുന്ന സോഴ്സസ് ആണ് ഫിഷ് ലിവർ ഓയിൽ, ഫിഷ്, എഗ് യോക്ക്, ഇതൊക്കെ ഗുഡ് സോഴ്സസ് ആണ്. ഇനി മിൽക്കിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? മോഡറേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വൈറ്റമിൻ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സൺലൈറ്റിൽ കാണാൻ പറ്റും, ഫിഷ് ലിവർ ഓയിൽ, ഫിഷ്, എഗ് യോക്കിലൊക്കെ കാണാൻ പറ്റും, മിൽക്കിലൊരു മോഡറേറ്റ് ക്വാണ്ടിറ്റിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനി റിക്വയർമെൻറ്റ്, എത്രമാത്രം നമുക്ക് വൈറ്റമിൻ ഡി വേണം? ചിൽഡ്രനിലൊക്കെ ആണെങ്കിൽ 10 മൈക്രോഗ്രാം പെർ ഡേ, അതായത് 400 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ഡേ ആവശ്യമുണ്ട്. അഡൾട്ട്സിലാണെങ്കിലോ 5 to 10 മൈക്രോഗ്രാം പെർ ഡേ, അതായത് 200 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് പെർ ഡേ. പ്രഗ്നൻസി, ലാക്ടേഷനിലൊക്കെ ഉള്ള ഒരാൾക്കാണെങ്കിൽ 10 മൈക്രോഗ്രാം പെർ ഡേ വേണം. 60 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ 600 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് പെർ ഡേ ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് റിക്വയർമെൻറ്റ് ഓഫ് വൈറ്റമിൻ ഡി. ഇനി വൈറ്റമിൻ ഡിൻ്റെ ഫോർമേഷനെ പറ്റി പറയാം. ഈ വൈറ്റമിൻ ഡിൻ്റെ വേറൊരു പേരെന്താണ്? സൺഷൈൻ വൈറ്റമിൻ. ഈ വൈറ്റമിൻ ഡി ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ 7-ഡീഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിന്നായിരിക്കും വൈറ്റമിൻ ഡി ഫോം ചെയ്യുന്നത്. ഈ 7-ഡീഹൈഡ്രോ കൊളസ്ട്രോളിൻ്റെ വേറൊരു പേരാണ് 7-ഡീഹൈഡ്രോ കൊളസ്ട്രോൾ അല്ലെങ്കിൽ എർഗോസ്റ്റിറോൾ എന്ന കോമ്പൗണ്ടിൽ നിന്നായിരിക്കും വൈറ്റമിൻ ഡി ഫോം ചെയ്യുന്നത്. ഈ 7-ഡീഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന് വെച്ചാൽ നമ്മുടെ കൊളസ്ട്രോൾ സിന്തസിസ് പാത്വേയിൽ കാണപ്പെടുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ എപ്പിഡെർമിസിൻ്റെ മാൽഫീജിയൻ ലെയറിൽ ഈ 7-ഡീഹൈഡ്രോ കൊളസ്ട്രോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം സൺലൈറ്റ് വന്ന് അടിച്ച് കഴിയുമ്പോഴത്തേക്കും, നമ്മുടെ ശരീരത്തിൽ സൺലൈറ്റ് വന്ന് വീണ് കഴിയുമ്പോഴത്തേക്കും 9th and 10th പൊസിഷനിലുള്ള ബോണ്ടിനെ എന്ത് ചെയ്യും? സൺലൈറ്റ് ബ്രേക്ക് ചെയ്യും. അങ്ങനെ ഒരു ഓപ്പൺ റിംഗ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യും. അതാണ് സെക്കോസ്റ്റിറോൾ. അതിന് വേറൊരു പേരാണ് പ്രോ വൈറ്റമിൻ. ഇനി അടുത്തത് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 5th and 6th കാർബൺ ആറ്റത്തിൻ്റെ ഇടയിൽ ഒരു സിസ് ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ സിസ് ഡബിൾ ബോണ്ട് ട്രാൻസ് ഡബിൾ ബോണ്ടായിട്ട് ഐസോമറൈസ് ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടാണ് കൊലക്കാൽസിഫെറോൾ എന്ന് പറയുന്നത്. ഇനി കൊമേഴ്ഷ്യലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എർഗോട്ട് എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ്. അവിടെ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടാണ് എർഗോസ്റ്റിറോൾ അല്ലെങ്കിൽ വൈറ്റമിൻ D2 എന്ന് പറയുന്നത്. നമുക്ക് ഫിഗർ വെച്ച് നോക്കാം. അതായത് നമ്മുടെ സൺലൈറ്റ് വന്ന് വീണ് കഴിയുമ്പോഴത്തേക്കും ഈ 7-ഡീഹൈഡ്രോ കൊളസ്ട്രോളിൽ സൺലൈറ്റ് വന്ന് വീണ് കഴിയുമ്പോഴത്തേക്കും ഏതാ 9th and 10th സൺലൈറ്റ് വന്ന് വീഴുകയും 9th and 10th കാർബണിൻ്റെ ആറ്റത്തിൻ്റെ ഇടയിലുള്ള ബോണ്ട് ബ്രേക്ക് ആവും. അങ്ങനെ ഒരു ഓപ്പൺ റിംഗ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യും. അതാണ് സെക്കോസ്റ്റിറോൾ എന്ന് പറയുന്നത്. പിന്നെ ഐസോമറൈസേഷൻ നടക്കും. 5th and 6th കാർബൺ ആറ്റത്തിൻ്റെ ഇടയിലുള്ള ഈ ഡബിൾ ബോണ്ട് ഉണ്ടോ, ഈ ഡബിൾ ബോണ്ട് ട്രാൻസ് ഡബിൾ ബോണ്ടായിട്ട് മാറും. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് കൊലക്കാൽസിഫെറോൾ. അല്ലെങ്കിൽ അങ്ങനെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിൻ്റെ പറയുന്ന പേരാണ് കൊലക്കാൽസിഫെറോൾ എന്ന് പറയുന്നത്. ഇനി വൈറ്റമിൻ ഡിൻ്റെ ആക്ടിവേഷനെ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കൊലക്കാൽസിഫെറോൾ ഫോം ചെയ്താൽ ആദ്യം തന്നെ ഇതിനെ എങ്ങോട്ട് കൊണ്ടുപോകും? ലിവറിലേക്ക് കൊണ്ടുപോകും. ലിവറിൽ പോയിട്ട് 25 ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഈ 25 ഹൈഡ്രോക്സിലേസ് എൻസൈം ഇതിൽ 25th പൊസിഷനിൽ ഹൈഡ്രോക്സിലേഷന് കാരണവും. അങ്ങനെ 25 ഹൈഡ്രോക്സി കൊലക്കാൽസിഫെറോൾ ഫോം ചെയ്യും. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യും? കിഡ്നിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. കിഡ്നിയിലെ എൻസൈമാണ് 1-alpha ഹൈഡ്രോക്സിലേസ്. ഈ 1-alpha ഹൈഡ്രോക്സിലേസ് ഫസ്റ്റ് പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ 125 ഡൈഹൈഡ്രോക്സി കൊലക്കാൽസിഫെറോൾ ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇതിലെന്താ 1, 2, 3 OH ഗ്രൂപ്പ് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മളിതിനെ കാൽസിട്രയോൾ എന്നും പറയാറുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന വേറൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, അതായത് 24th പൊസിഷനിലാണ് ഹൈഡ്രോക്സിലേഷൻ നടക്കുന്നതെങ്കിൽ അവിടെ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് 24-25 ഡൈഹൈഡ്രോക്സി കൊലക്കാൽസിഫെറോൾ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കാൽസിട്രയോൾ ആണോ അല്ലെങ്കിൽ 24-25 ഡൈഹൈഡ്രോക്സി കൊലക്കാൽസിഫെറോൾ ആണോ ഫോം ചെയ്യാൻ തീരുമാനിക്കുന്നത്? പാരാതൈറോയ്ഡ് ഹോർമോണാണ്. അങ്ങനെ പാരാതൈറോയ്ഡ് ഹോർമോൺ എപ്പോഴാണ് സിന്തസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ. അപ്പം പാരാതൈറോയ്ഡ് ഹോർമോൺ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ കാൽസിട്രയോളിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ പാരാതൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ 24-25 ഡൈഹൈഡ്രോക്സി കൊലക്കാൽസിഫെറോൾ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി ഈ
ഫോം ചെയ്ത കാൽസിട്രോൾ എങ്ങനെയാണ് സെല്ലിൽ ആക്ട് ചെയ്യുന്നത്? ഇതൊരു സ്റ്റിറോയിഡ് ഹോർമോൺ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് സെല്ലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യാണ്. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് റെറ്റിനോയിഡ് എക്സ് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ കോംപ്ലക്സ് എന്ത് ചെയ്യും? DNA-യിലുള്ള വൈറ്റമിൻ ഡി റെസ്പോൺസ് എലമെൻറ്റുമായിട്ട് പോയി ബൈൻഡ് ചെയ്യും. എന്നിട്ടത് ട്രാൻസ്ക്രിപ്ഷണൽ ആക്ടിവിറ്റീനെ മോഡുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ബയോകെമിക്കൽ എഫക്ട്സിലേക്ക് വരുവാണെങ്കിൽ കാൽസ്യമിക് എഫക്ട്സും ഉണ്ട്, എക്സ്ട്രാ കാൽസ്യമിക് എഫക്ട്സും ഉണ്ട്. നമ്മളിവിടെ മെയിൻലി കാൽസ്യമിക് എഫക്ട്സാണ് ഫോക്കസ് ചെയ്യുന്നത്. കാൽസ്യമിക് എഫക്ട്സ് എന്ന് വെച്ചാൽ നമുക്ക് 3 ലെവലിൽ കാണാൻ പറ്റും. ഇൻറ്റസ്റ്റൈനൽ വില്ലർ സെൽസിൽ കാണാം, ബോൺ ഓസ്റ്റിയോബ്ലാസ്റ്റ് കാണാം, കിഡ്നി ഡിസ്റ്റൽ ട്യൂബ്ലാസസ്, അതായത് ഇൻറ്റസ്റ്റൈനിൽ, ബോണിൽ, കിഡ്നിയിൽ, ഈ 3 ലെവലിൽ നമുക്ക് കാൽസ്യമിക് എഫക്ട്സ് കാണാൻ പറ്റും. അപ്പോൾ അത് തന്നെ ഇൻറ്റസ്റ്റൈനിൽ എന്താണ് നടക്കുന്നത്? കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ല്യൂമനിൽ നിന്ന് ഇൻറ്റസ്റ്റൈനൽ സെല്ലിലേക്കുള്ള കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ പാസീവായിട്ട് നടക്കും. പക്ഷേ സെല്ലിൽ നിന്ന് ബ്ലഡിലേക്കുള്ള കാൽഷ്യത്തിൻ്റെ റിലീസ് ആക്റ്റീവ്, അതായത് അതിന് എനർജിയുടെ ആവശ്യമുണ്ട്. ഈ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ച് മെക്കാനിസം വഴിയോ അല്ലെങ്കിലോ ഈ കാൽഷ്യം കാൽബൈൻഡിങ് കോംപ്ലക്സിനെ പമ്പ് ഔട്ട് ചെയ്തൊക്കെ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഈ കാൽഷ്യം കാൽബൈൻഡിങ് കോംപ്ലക്സ് എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കാൽഷ്യത്തിന് സെല്ലിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കാൽഷ്യം സെല്ലിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടീനായിട്ട് കാൽബൈൻഡിനായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോം ചെയ്ത ഈ കോംപ്ലക്സിനെ പമ്പ് ഔട്ട് ചെയ്തൊക്കെ ആയിരിക്കും എനർജി കിട്ടുന്നത് ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് വേണ്ടി. ഇനി ബോണിലുള്ള ആക്ടിവിറ്റി, ബോണിൽ നോക്കുകയാണെങ്കിൽ ബോൺ മിനറലൈസേഷന് സഹായിക്കും, ബോൺ റീമോഡലിങ്ങിന് സഹായിക്കും, ബോൺ ഡെൻസിറ്റി കൂട്ടും, അതുപോലെ തന്നെ ബോണിലെ മാട്രിക്സ് പ്രോട്ടീൻസ് ഉണ്ട്, കൊളാജൻ, ഓസ്റ്റിയോകാൽസിൻ, ഓസ്റ്റിയോപോണീൻ, ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കൂട്ടും. പിന്നെ വൈറ്റമിൻ ഡിക്ക് ബോണിലുള്ള എല്ലാ സെൽസ്, ഓസ്റ്റിയോക്ലാസ്റ്റ്, ഓസ്റ്റിയോബ്ലാസ്റ്റ്, ഓസ്റ്റിയോസൈറ്റ്, ഇതിലെല്ലാം തന്നെ ആക്ടിവിറ്റി വരുന്നുണ്ട്. ഇനി റീനൽ ട്യൂബ്യൂൾസിൽ എങ്ങനെയാണ് അതിൻ്റെ ആക്ടിവിറ്റി വരുന്നത്? അത് കാൽഷ്യത്തിൻ്റെ ഫോസ്ഫറസിൻ്റെ റീഅബ്സോർപ്ഷനെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നോക്കാം. അപ്പോൾ കുട്ടികളിലാണ് വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി, നമ്മൾ ആ കണ്ടീഷനെ പറയുന്ന പേരാണ് റിക്കറ്റ്സ്. അതുപോലെ തന്നെ അഡൾട്ട്സിലാണ് നമ്മൾ പറയുന്ന പേരാണ് ഓസ്റ്റിയോമലേഷ്യ. അപ്പോൾ നമുക്ക് എത്ര കോൺസെൻട്രേഷനാണ് വേണ്ടത്? നമുക്ക് സാധാരണ വേണ്ട കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ 30 നാനോഗ്രാം/ml ആണ്. അപ്പോൾ 20 to 29 ആണ് നമ്മളതിൻ്റെ ഇൻസഫിഷ്യൻ്റ് എന്ന് പറയും, 10 to 19 ആണ് നമ്മളതിൻ്റെ ഡെഫിഷ്യൻ്റ് എന്ന് പറയും, ബിലോ 10 ആണ് നമ്മളതിന് സിവിയർ ഡെഫിഷ്യൻസി എന്ന് പറയും. അപ്പോൾ ഈ വാല്യൂസൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ബോൺ ഹെൽത്ത് അഫക്റ്റ് ആവും, നമ്മുടെ ശരീരത്തിലെ കാൽഷ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ കുറയും, നമ്മുടെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറൊക്കെ കൂടും, HDL കൊളസ്ട്രോളിൻ്റെ വാല്യൂ ഒക്കെ കുറയും. അപ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെ ഹാർട്ട് ഡിസീസുമായിട്ട് വരില്ല. അതായത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായാൽ നമുക്ക് ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസസും കൂടുതലാണ്. ഇനി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണ്? അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡിൻ്റെ മെയിൻ സോഴ്സ് എന്താണ്? സൺലൈറ്റാണ്. അപ്പോൾ സൺലൈറ്റുമായിട്ട് എക്സ്പോസർ വരാത്ത ആൾക്കാരിലായിരിക്കും ആദ്യം തന്നെ ഡെഫിഷ്യൻസി വരുന്നത്. അതായത് കുറേ നാളായിട്ട് ബെഡ് റിഡൻ ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ വിൻ്റർ ക്ലൈമറ്റ്സിൽ, അതുപോലെ നമുക്ക് പറയാം ഈ പർദ്ദയൊക്കെ ഇടുന്നവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, കാരണം അവർ ബോഡി ഫുള്ള് കവർ ചെയ്യാണ്. അപ്പോൾ അവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാമെന്ന് ഒക്കെ പറയാറുണ്ട്. ഇനി കാൽഷ്യം അല്ലെങ്കിൽ ഫോസ്ഫേറ്റിൻ്റെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉള്ളവർക്ക്, ദെൻ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, ടിയറ്റോറിയലൊക്കെ എന്ത് ചെയ്യും? വൈറ്റമിൻ്റെ അബ്സോർപ്ഷൻ മര്യാദയ്ക്ക് നടക്കില്ല, അപ്പം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകും. ദെൻ ലിവർ റീനൽ ഡിസീസിൽ വൈറ്റമിൻ ഡിൻ്റെ ആക്ടിവേഷൻ നടക്കില്ല, ദാറ്റ് വിൽ ലീഡ്സ് ടു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ദെൻ ഫോസ്ഫേറ്റ്സിൻ്റെ അബ്സോർപ്ഷൻ കിഡ്നിയിലുള്ള നടക്കുന്നില്ലെങ്കിലും വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞ കുട്ടികളിലാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റിക്കറ്റ്സ്. അപ്പം റിക്കറ്റ്സിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. അപ്പോൾ റിക്കറ്റ്സിൽ എന്താണ്? ബോൺ മിനറലൈസേഷൻ ഇൻസഫിഷ്യൻ്റ് ആണ്, ബോണിൻ്റെ മിനറലൈസേഷൻ ഇൻസഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ബോൺ എന്ത് ചെയ്യും? സോഫ്റ്റ് ആൻഡ് പ്ലയബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ബോൺ ഗ്രോത്തും ഹൈലി അഫക്റ്റഡ് ആയിരിക്കും. അപ്പം മെയിൻലി വരുന്നത് ബോൺ ഡീഫോർമാലിറ്റീസ് ആണ്. അപ്പം എന്താ സംഭവിക്കുക? നമ്മുടെ വെയ്റ്റ് ബിയറിങ് ബോൺസൊക്കെ ബെൻഡാകും. അപ്പോൾ ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബോൺസൊക്കെ ഏകദേശം ബെൻഡ്, അതായത് വളഞ്ഞിരിക്കുകയാണ്. ഈ ബോൺസ് ബെൻഡാകാനുള്ള വേറൊരു റീസൺ എന്ന് വെച്ചാൽ മസിൽസിൻ്റെ കണ്ടിന്യൂഡ് ആക്ഷൻ കാരണം ബോൺ മാൽഫോർമേഷൻസ് ഉണ്ടാക്കാം. ദെൻ ഈ നമ്മുടെ റിക്കറ്റ്സിൻ്റെ മെയിൻ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ് ബോലെഗ്, നോക്ക് നീ, റിക്കറ്റ് റോസറി,
ബോസിങ് ഓഫ് ഫ്രണ്ടൽ ബോൺസ്, പീജി ആൻഡ് ചെസ്റ്റ്, ഇതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. ബോലക്, നോക്നി, റിക്കറ്റ് റോസറി, ബോസിങ് ഓഫ് ഫ്രണ്ടൽ ബോൺസ്, പീജി ആൻഡ് ചെസ്റ്റ്, ഇതൊക്കെയാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇനിയാണേൽ an enlargement of epiphysis at the lower end of ribs and costochondral junction, അതായത് റിബ്സിൻ്റെ ലോവർ എൻഡിലും ആൻഡ് കോസ്റ്റോകോൺട്രൽ ജംഗ്ഷനിലും ഒരു എപ്പിഫൈസിസിന് എൻലാർജ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന കണ്ടീഷനാണ് റിക്കറ്റ് റോസറി. അത് കാരണം നമുക്ക് എന്ത് കാണാൻ പറ്റും? റിക്കറ്റ് റോസറി എന്ന് പറയുന്ന ഫിനോമിന അല്ലെങ്കിൽ കണ്ടീഷൻ കാണാൻ പറ്റും. ഇനി ഹാരിസൺ സൾക്കസ് എന്ന് വെച്ചാൽ എന്താ? ഒരു ഡിപ്രഷനാണ്. അത് എവിടുന്നാണ്? നമ്മുടെ കോസ്റ്റൽ കാർട്ടിലേജ് തൊട്ട് ആക്സില വരെ നമുക്ക് കാണാൻ കഴിയും ഹാരിസൺ സൾക്കസ് എന്ന് പറയുന്നത്. ഇനി ഓസ്റ്റിയോമലേഷ്യൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇവിടെ എന്താണ്? ബോൺസൊക്കെ സോഫ്റ്റാണ്, കാരണം മിനറലൈസേഷനും ഒന്നും മിനറലൈസേഷൻ വരെയൊക്കെ നടക്കുന്നില്ല. അതുപോലെ തന്നെ ഓസ്റ്റിയോപോറസിസ് വളരെ ഹൈ റേറ്റിൽ നടക്കുന്നുണ്ട്. ഇനി കാൽഷ്യത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും, അതുപോലെ ഫോസ്ഫേറ്റിൻ്റെ അളവ് കുറവായിരിക്കും. പക്ഷേ ടെറ്റനി, അതായത് കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ടെറ്റനി. പക്ഷേ ടെറ്റനി വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നില്ല. സിവിയർ ഹൈപ്പോ കാൽസ്യമത്തിലേക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നടക്കില്ല. ഇനി സീറം ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, ഇതിൻ്റെ അളവ് എന്തായിരിക്കും? മാർക്കറ്റ്ലി ഇൻക്രീസ്ഡ് ആയിരിക്കും ഇൻ ഓസ്റ്റിയോമലേഷ്യ. ദെൻ കമ്മിങ് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിക്കറ്റ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ഒന്നാമത്തേതാണ് ക്ലാസിക്കൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി റിക്കറ്റ്സ്. ദെൻ വരുന്നതാണ് ഹൈപ്പോഫോസ്ഫാറ്റമിക് റിക്കറ്റ്സ്. ദെൻ അടുത്തതാണ് റിക്കറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ഫാൻകോണി സിൻഡ്രം, റീനൽ റിക്കറ്റ്സ് ഉണ്ട്, എൻഡ് ഓർഗൻ റിഫ്രാക്റ്റിനസ് ടു 125 ഡൈഹൈഡ്രോക്സി കൊളക്കാൽസിഫെറോൾ, ഇതൊക്കെ കാരണം റിക്കറ്റ്സ് ഉണ്ടാകാം. അപ്പോൾ ടൈപ്സ് ഓഫ് റിക്കറ്റ്സ് എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി റിക്കറ്റ്സ് ഉണ്ട്, ഹൈപ്പോഫോസ്ഫാറ്റമിക് റിക്കറ്റ്സ് ഉണ്ട്, റിക്കറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ഫാൻകോണി സിൻഡ്രോം ഉണ്ട്, റീനൽ റിക്കറ്റ്സ് ഉണ്ട്, എൻഡ് ഓർഗൻ റിഫ്രാക്റ്റിനസ് ടു 125 ഡൈഹൈഡ്രോക്സി കൊളക്കാൽസിഫെറോൾ കാരണം റിക്കറ്റ്സ് ഉണ്ടാകാം. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഹെഡിങ് ആണ് ഹൈപ്പർ വൈറ്റമിനോസിസ്. അപ്പോൾ നമ്മൾ തെറാപ്പിയിലൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ 2000 to 4000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് പെർ ഡേ ആയിരിക്കും നമ്മൾ സാധാരണ കൊടുക്കുന്നത്. അപ്പോൾ 10,000 യൂണിറ്റ്സിൽ മേലെ കൊടുത്തു കഴിഞ്ഞാൽ, അതും ലോങ് പീരീഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാകും? ടോക്സിസിറ്റി ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? വീക്ക്നെസ്, പോളിയൂറിയ, ഇൻറ്റൻസ് തേഴ്സ്റ്റ്, ഡിഫിക്കൽട്ടി ഇൻ സ്പീക്കിംഗ്, ഹൈപ്പർ ടെൻഷൻ, വെയിറ്റ് ലോസ്. ഈ സിംറ്റംസൊക്കെ നമുക്ക് ഹൈപ്പർ വൈറ്റമിനോസിസിലൊക്കെ കാണാൻ പറ്റും. ദെൻ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് നമുക്കുണ്ടാകുന്നതാണ് ഹൈപ്പോ കാൽസ്യമia, കാൽസ്യത്തിൻ്റെ അളവ് കൂടുക. അപ്പോൾ വൈറ്റമിൻ ഡി ടോക്സിസിറ്റി ഉണ്ടായാൽ ഹൈപ്പർ കാൽസ്യമia ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഈ കാൽഷ്യം സോഫ്റ്റ് ടിഷ്യൂസിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് കാൽസിനോസിസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ കുറേ നേരം സൺലൈറ്റുമായിട്ട് എക്സ്പോസ് ചെയ്തു എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ടോക്സിസിറ്റി ഉണ്ടാവില്ല, കാരണം എക്സസ് ഓഫ് ദ D3നെ സൺലൈറ്റ് തന്നെ ഡിസ്ട്രോയ് ചെയ്ത് കഴിയും. അപ്പോൾ ഇത്രയൊക്കെയാണ് വൈറ്റമിൻ ഡിയിൽ പറയാനുള്ളത്. മെയിൻലി വൈറ്റമിൻ ഡിൻ്റെ സോഴ്സസ്, ദെൻ റിക്വയർമെൻറ്റ്, ദെൻ ഫോർമേഷൻ ആൻഡ് ആക്ടിവേഷന്, ദെൻ പറയുന്നത് എന്താ? നമ്മുടെ ബയോകെമിക്കൽ എഫക്ട്സ് ബോണിൽ, ഇൻറ്റസ്റ്റൈനിൽ, റീനൽ ട്യൂബ്യൂൾസ്, ദെൻ ഡെഫിഷ്യൻസി റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേഷ്യ, ദെൻ ടൈപ്സിനെ പറ്റി പറഞ്ഞു, ഹൈപ്പർ വൈറ്റമിനോസിസിനെ പറ്റിയും പറഞ്ഞു. ദാറ്റ്സ് ഓൾ. താങ്ക് യു.